സ്വർലോകരാജ്ഞിയാം മാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, സ്വർലോകരാജ്ഞിയാം മാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കഥനത്തിൽ അണയുന്ന കാരുണ്യമേ, കണ്ണീർ തുടയ്ക്കും ആശ്വാസമേ, കഥനത്തിൽ അണയുന്ന കാരുണ്യമേ, കണ്ണീർ തുടയ്ക്കും ആശ്വാസമേ, പുലർക്കാലത്തിൽ ഒളിയായി തെളിയും പരിപൂജിത ചൈതന്യ പൊൻതാരമേ, പുലർക്കാലത്തിൽ ഒളിയായി തെളിയും പരിപൂജിത ചൈതന്യ പൊൻതാരമേ, സ്വർലോകരാജ്ഞിയാം മാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ. സ്വർലോകരാജ്ഞിയായ പരിശുദ്ധ മറിയം, സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ മാതാവ്, ത്രിലോകരാജ്ഞിയായി പരിശുദ്ധ തൃത്വം പരിശുദ്ധ മറിയത്തെ, ഈ നല്ല അമ്മയെ മുടിധരിപ്പിക്കുന്ന മഹനീയമായ സ്നേഹ അനുഭവം. അതെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്നു പറഞ്ഞ് ജീവിതം സമ്പൂർണമായി സമർപ്പിച്ചു പരിശുദ്ധ മാതാവ്. എത്രമാത്രം എളിമയുടെ ആഴങ്ങളിലേക്ക് തന്നെ ചെറുതാക്കാമോ അത്രയും എളിമയുടെ ആഴങ്ങളിൽ താഴ്ന്നിന്നുകൊണ്ട് ദാസീപദം സ്വീകരിച്ച് ദൈവഹിതം പൂർത്തീകരിച്ചപ്പോൾ നല്ലവനായ ദൈവം, പരിശുദ്ധ പരമതൃത്വം ആ അമ്മയെ ഉയർത്തി സകല ജനപദങ്ങളുടെയും സകല പ്രപഞ്ചത്തിൻ്റെയും നാഥയായി അവരോധിക്കുന്നു. പ്രിയമുള്ളവരെ, നീ എത്ര ഉന്നതനാണോ അത്രയും വിനീതനായി മാറുകയെന്ന ദൈവത്തിൻ്റെ വചനം പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലെ സ്നേഹ എളിമയുടെ സാക്ഷ്യത്തിൽ നാം കാണുന്നു. നമ്മൾ എത്ര ഉന്നതരാണോ അത്രമാത്രം ചെറുതാകുവാൻ അമ്മ നമ്മളെ പഠിപ്പിക്കും. പരിശുദ്ധ അമ്മ മാത്രമേ അത്രമാത്രം എളിമയുടെ നിറവായി നിൽക്കുന്നുള്ളൂ. മനുഷ്യനായി അവതരിച്ചവരിൽ അതെ പരിശുദ്ധ മറിയത്തിൻ്റെ സ്നേഹ സാക്ഷ്യം. ആ അമ്മയോട് ചേരാം. കാർമൽ ഗീതങ്ങൾ ഒരുങ്ങുമ്പോൾ അമ്മയോട് ചേർന്നിരുന്ന് ആ മഹനീയ ഗീതങ്ങൾ പാടി അമ്മയെ മഹത്വപ്പെടുത്താം. അതുവഴി പരിശുദ്ധ തൃത്വത്തെയും
നിഷ, കർത്താവിൻ പ്രിയപുത്രി, കർത്താവിൻ പ്രിയദാസി, കർത്താവിൻ മാതാവ് നീ. പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തിൻ്റെ പുത്രിയാണ്, പുത്രനായ ദൈവത്തിൻ്റെ മാതാവാണ്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. മനോഹരമായി ഈ ആശയം ഗാനമായി ഇവിടെ പാടി നിഷ പരിശുദ്ധ അമ്മയെ പ്രകീർത്തിക്കുകയായിരുന്നു. എന്താണ് അമ്മയെക്കുറിച്ച് ഇങ്ങനെ പാടുമ്പോൾ ഒരു നിറപുഞ്ചിരിയോടുകൂടി അമ്മയുടെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്നു? മാതാവിൻ്റെ സ്നേഹാനുഭവങ്ങൾ ജീവിതത്തിൽ എങ്ങനെ? കുഞ്ഞുനാൾ മുതൽ എൻ്റെ ശക്തിയും സങ്കേതവും എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. ഒരുപാട് ജപമാലകൾ ചൊല്ലിയിരുന്ന ഒരു കുട്ടിക്കാലം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ തമാശയായിട്ടും തോന്നാറുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന കഥകളൊക്കെ വായിച്ചിട്ട്, ഫാത്തിമയിലെയും ലൂർദിലെയും ഈ സംഭവങ്ങളൊക്കെ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മാതാവ് പ്രത്യക്ഷപ്പെടണം. അപ്പോൾ ഒരുപാട് ജപമാലകൾ മാതാവിനെ കാണാൻ വേണ്ടി ഞാൻ ചൊല്ലിയിരുന്നു. അപ്പോൾ ഒത്തിരി ജപമാല ഭയങ്കര തീക്ഷ്ണതയോടെ ഞാൻ ചൊല്ലുമായിരുന്നു. അപ്പോൾ രാത്രിയിൽ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഇരുട്ടാകുമ്പോൾ എനിക്ക് തോന്നും, ഓ ശരിക്കും ഇന്ന് അത്രയും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അപ്പം മാതാവ് ഇപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇരുട്ടൊക്കെ ആയി കഴിയുമ്പോൾ എനിക്ക് പേടിയാവും. ഇപ്പം മാതാവ് വന്നാൽ ചിലപ്പോൾ ഞാൻ പേടിച്ചു പോകും. അപ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവേ ഇന്ന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത ദിവസം വന്നാൽ മതി എന്ന് ഒക്കെ പ്രാർത്ഥിച്ചിരുന്നൊരു കുട്ടിക്കാലം എനിക്ക് ഓർമ്മയുണ്ട്. ജപമാലകൾ ചെല്ലുന്നത് എനിക്ക് ഏറെ പ്രിയങ്കരമായിരുന്നു. ഒത്തിരി ഭക്തി ഉണ്ടായിരുന്നു മാതാവിനോട്. അപ്പോൾ ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തായിരിക്കുന്നോ അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും കൃപയാണെന്ന് എനിക്ക് ഉറച്ച് ബോധ്യമുണ്ട്. ഏത് പ്രതിസന്ധികളിലും തളരാതെ എന്നെപ്പോഴും ശക്തിപ്പെടുത്തുന്നത് ജപമാലയും പരിശുദ്ധ അമ്മയാണ്. തീർച്ചയായും ജപമാലയും പരിശുദ്ധ അമ്മയും ശക്തിയായി ബലമായി കൂടെ ഉണ്ടെന്ന് വിശ്വാസമുണ്ട്. ജീവിതത്തിൽ തളർന്നു പോയ അല്ലെങ്കിൽ പ്രതികൂലമായി ഏകാന്തതയിലോ ഒക്കെ എല്ലാ മനുഷ്യനും സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ആപ്സുകളുണ്ടല്ലോ. അങ്ങനെയുള്ള അനുഭവങ്ങൾ, അങ്ങനെ മാതാവ് പ്രകടമായി അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു ബലം ജീവിതത്തിൽ എന്നെ ബലപ്പെടുത്തി നിർത്തി എന്ന് പറയത്തക്കതായ ഒരു അനുഭവം എങ്ങാനും വ്യത്യസ്തമായി പങ്കുവയ്ക്കാനുണ്ടോ? ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള ഒരു കാര്യം, ഞാൻ എൻ്റെ കോളേജ് പഠനകാലത്ത് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ചാപ്പലിൽ, ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിൻ്റെ ചാപ്പലിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ മാതാവിന് എന്നെ തന്നെയും എൻ്റെ ജീവിതവും സമർപ്പിച്ച് മാതാവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്ന് ഒരുപാട് ജപമാലകൾ ചൊല്ലുമായിരുന്നു. അന്ന് ഒരുപാട് വേദനയിലൂടെ ഞാൻ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. എൻ്റെ റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആണ്, പോളിയോ വന്ന് പാരലൈസ്ഡ് ആണ്. പലപ്പോഴും സമൂഹത്തിൽ നിന്നും ഞാൻ നേരിടേണ്ടി വന്ന ഒരു പ്രതിസന്ധി മറ്റുള്ളവരുടെ പ്രതീക്ഷകളില്ലായ്മയായിരുന്നു. പലപ്പോഴും സമൂഹം ഒരു മുൻവിധി കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ നിനക്ക് ഇത്രയേ പറ്റുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് നീ പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ നിന്നിൽ നിന്ന് എക്സ്പെക്റ്റഡ് അല്ല. സഹതപിക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കാൻ പലപ്പോഴും സമൂഹത്തിന് മടിയായിരുന്നു. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അത് ഒത്തിരി വേദനിപ്പിക്കുന്നതായിരുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു അർത്ഥപൂർണമായ ജീവിതം വേണം എന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈശോയിൽ മാത്രമാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ശുശ്രൂഷ ചെയ്യാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും ഒക്കെയുള്ള ആഗ്രഹം, അതെല്ലാം, അതുപോലെ എൻ്റെ സങ്കടങ്ങൾ, ഒറ്റപ്പെടൽ, ഏകാന്തത എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് കരഞ്ഞ ജപമാലകൾ ചൊല്ലുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചെല്ലുന്ന മണിക്കൂറുകൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഇരിക്കുമായിരുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അന്ന് എൻ്റെ ഹോസ്റ്റൽ വാർഡനായിരുന്ന സിസ്റ്റർ അത് കാണുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് സിസ്റ്റർ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനത് കാണാറുണ്ടായിരുന്നു.
ആ ജപമാലകൾ അമ്മയുടെ സന്നിധിയിൽ അന്ന് ഞാൻ ഒഴുക്കി കണ്ണുനീര്, അതാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായിട്ട് വരുന്നത്. എനിക്ക് കുറച്ച് ബോധ്യമുണ്ട്. ഈ ഒരു സംഭവം അന്ന് ഞാൻ അമ്മയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചതൊക്കെ ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിത്രം പോലെ കടന്നു വരുന്നുണ്ടായിരുന്നു, ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അന്ന് അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ ശക്തമായിട്ട് തോന്നിയിരുന്നു, ഇപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് അന്ന് ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ച പ്രാർത്ഥനകൾ ആണ്. പ്രിയമുള്ളവരെ, നിഷ എന്ന സഹോദരി പറഞ്ഞ ആ സ്നേഹസാക്ഷ്യം നമ്മൾ ശ്രവിക്കുകയായിരുന്നു. കുഞ്ഞുനാളിൽ ഒരു പോളിയോ വന്ന് പാരലൈസ്ഡായ അവസ്ഥയിൽ തീർച്ചയായും നമുക്കറിയാം ഒരുപാട് സ്വപ്നങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, പ്രത്യാശ അറ്റുപോകുന്ന അവസ്ഥകളൊക്കെയാണ്. പക്ഷേ അവിടെയൊക്കെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് കണ്ണീരൊഴുക്കി ജപമാല പിടിച്ചപ്പോൾ അമ്മ എത്തിച്ചത് എവിടെയാണ്? ഈശോ ഒരിക്കലും തള്ളിപ്പറയില്ല, ഈശോ ഒരിക്കലും അകന്നു പോകില്ല, ഈശോ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നുള്ള ആ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മനസ്സ് ദൃഢമാക്കുവാൻ തക്കവിധം പരിശുദ്ധ അമ്മ ഒരുക്കി. അന്ന് ഒഴുക്കിയ കണ്ണുനീർ തുള്ളികൾ ഇന്ന് അനുഗ്രഹ പൂമഴയായി, അനുഗ്രഹ തെളിനീരായി ദൈവം ഒഴുക്കുന്നു എന്നുള്ള കണ്ടെത്തൽ അതൊരു വലിയ സാക്ഷ്യം തന്നെയാണ്. ഒരു വ്യക്തിയെയും ഹൃദയത്തിൽ ദൈവമുണ്ട്, എൻ്റെ ദൈവം കൂടെ നിൽക്കും, എൻ്റെ ദൈവം എന്നെ തളർത്തില്ല, എൻ്റെ ദൈവം എന്നെ പരിപാലിക്കും എന്നുള്ള ഉറപ്പിലേക്ക് ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കുന്നവൾ പരിശുദ്ധ അമ്മ തന്നെ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയല്ലേ നിഷ നമുക്ക് പങ്കുവെച്ചത്? തീർച്ചയായും ആ ദൃഢമായ ഉറപ്പിൽ നമുക്ക് മുന്നേറാം. ആ സ്നേഹസാക്ഷ്യം നമുക്കും അനുഭവമാകട്ടെ. ഒരിക്കലും തളരരുത്, ഒരിക്കലും പതറരുത്. കാരണം ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യാശ വെച്ച് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്നേഹപ്രകീർത്തനം പാടാം. അടുത്ത ഗാനം ശ്രവിക്കാം. Maria
യാചിപ്പു നിൻ മാധ്യസ്ഥ്യം. അമ്മേ മറിയമേ, പരിശുദ്ധാത്മാവിൻ മണവാട്ടിയേ, മാനവർ ഞങ്ങൾ തന്നാശ്രയമേ, മാലോകർ ഞങ്ങൾ വണങ്ങുന്നു നിന്നെ, മാലോകർ ഞങ്ങൾ വാഴ്ത്തുന്നു. അമ്മേ മറിയമേ, പരിശുദ്ധാത്മാവിൻ മണവാട്ടിയേ, മാനവർ ഞങ്ങൾ തന്നാശ്രയമേ, മാലോകർ ഞങ്ങൾ വണങ്ങുന്നു നിന്നെ, മാലോകർ ഞങ്ങൾ വാഴ്ത്തുന്നു. അമ്മേ തായേ മറിയാമ്പികേ, അമലോത്ഭവയാം മാതാവേ, കാരുണ്യത്തിൻ നിറകുടമേ, പ്രാർത്ഥിപ്പൂ നിൻ മാധ്യസ്ഥ്യം. അമ്മേ തായേ മറിയാമ്പികേ, അമലോത്ഭവയാം മാതാവേ, കാരുണ്യത്തിൻ നിറകുടമേ, പ്രാർത്ഥിപ്പൂ നിൻ മാധ്യസ്ഥ്യം. പ്രാർത്ഥിപ്പൂ നിൻ മാധ്യസ്ഥ്യം. നിഷ, പാപത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ ജീവിതത്തിൽ അതിന് പ്രേരകമാകുന്ന അന്ധകാര ശക്തികളെ ജയിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയുള്ള മനോഹരമായ ഗാനം. ശുശ്രൂഷാവേദിയിലാണ് നിഷ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. എത്ര നാളുകളായി ശുശ്രൂഷാവേദിയിലേക്ക് വന്നിട്ട്? എൻ്റെ സ്കൂൾ ടൈം കഴിഞ്ഞപ്പോൾ മുതൽ ക്രിസ്റ്റീൻ മിനിസ്ട്രിയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം എൻ്റെ ഡിഗ്രിക്ക് ശേഷം 4 വർഷങ്ങൾ ബഥാനിയ ധ്യാന കേന്ദ്രത്തിൽ ഗാന ശുശ്രൂഷ ചെയ്തു. പുല്ലൂരാമ്പാറ. യെസ്. അതിനുശേഷം ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിയിൽ MSc ചെയ്തു, പഠിക്കാനായിട്ട് പോയി. 6 വർഷമായിട്ട് കൗൺസിലിംഗ് ഫീൽഡിൽ പൂർണ്ണമായിട്ടും ചെയ്യുകയായിരുന്നു. അതിനോടൊപ്പം മിനിസ്ട്രികൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഫ്രീലാൻസ് ആയിട്ട് അതിന് കൂടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പോൾ യുവജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ, അതുപോലെ ധ്യാനങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അതേസമയം സ്കൂളുകളിലും കോളേജുകളിലും ട്രെയിനറായിട്ടും കൗൺസിലറായിട്ടും വർക്ക് ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ ശരീരത്തിനുള്ള വൈകല്യ തലങ്ങളൊക്കെ ദൈവം അനുഗ്രഹമാക്കി അതൊന്നും നമുക്ക് തളർച്ചയുണ്ടാക്കാതെ പ്രത്യാശയിലേക്ക് നയിച്ചു എന്ന് ചുരുക്കം, അല്ലേ? തീർച്ചയായിട്ടും. അവിടെ പ്രാർത്ഥനയും മുന്നോട്ടുള്ള പ്രയാണവും എല്ലാം ഏറെ ബലം പകർന്നു. ബാല്യം മുതലുള്ള ആ ജീവിതത്തിലെ ക്രിസ്ത്യൻ യുവജന മുന്നേറ്റത്തിൽ അവിടെയൊക്കെ ഈ ശാരീരികമായ വൈകല്യങ്ങളൊക്കെ മറന്ന് കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ നിഷയ്ക്ക് സാധിച്ചു. തീർച്ചയായും അങ്ങനെയുള്ള പ്രവർത്തന മണ്ഡലങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ തളർന്നിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു പരാജയബോധത്തോടെ അല്ലെങ്കിൽ അന്തർമുഖതയോടെ അപകർഷതയോടെ ഒക്കെ കഴിയുന്നവർക്ക് തികച്ചും നല്ലൊരു മാതൃകയും നല്ല സന്ദേശവുമാണ് നിഷ തന്നിരിക്കുന്നത്. അതിന് ഇനിയും തുടർന്ന് നന്നായി മുന്നേറാനുള്ള എല്ലാ പ്രാർത്ഥനകളും ജനകോടികൾ ഈ ശബ്ദത്തിലൂടെ, ജനകോടികൾ ഈ കൗൺസിലിംഗ് ശുശ്രൂഷയിലൂടെയൊക്കെ വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകൾ നൽകുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയാക്കി മാറ്റുമെന്നുള്ള വചനം നമുക്കെല്ലാം ഹൃദിസ്ഥമാണ്. നമുക്ക് വിശ്വസിക്കാം, ദൈവം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പരാജയമില്ല. കാരണം ദൈവം കരം പിടിക്കും, ദൈവം വളർത്തും, ദൈവം അനുഗ്രഹിക്കും, ദൈവം വഴി നടത്തും.
ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ പരിശുദ്ധ അമ്മ കൂടെ നിൽക്കും. അമ്മയോടൊപ്പം മുന്നേറാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നന്ദി പറയുന്നു. ജീവിതത്തിൽ പ്രയാണങ്ങളിലെ എല്ലാ ഇടർച്ചകളും തളർച്ചകളും ഒക്കെ ബലമാക്കി കരുത്താക്കി ഞങ്ങളെ കരം പിടിച്ച് നയിക്കുന്ന അവിടുത്തെ കരുണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അവിടുത്തെ തിരുഹൃദയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന പരിശുദ്ധ അമ്മയുടെ കൂടെ ഞങ്ങളിതാ പ്രയാണം ചെയ്യുന്നു. അമ്മേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ഭരിക്കണമേ, വളർത്തണമേ, ഈശോയുടെ സന്നിധിയിൽ ചേർക്കണമേ. ആമേൻ.